ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നമ്മുടെ FY27 Q1 പുതിയ റിസൾട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ പുതിയ രീതിയിൽ മൾട്ടി ബാഗേഴ്സും അല്ലെങ്കിൽ നല്ല റിസൾട്ട് തരുന്ന കമ്പനികളെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്നുള്ളത് ആണ് നമ്മൾ ഹൈറിസ്ക് സ്റ്റോക്ക് അക്കാഡമി നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നല്ല റിസൾട്ടുകൾ തന്നിരിക്കുന്ന കമ്പനികളിലെ ഒരു അനാലിസിസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നിരിക്കുന്ന കമ്പനികളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതിൻ്റെ ഫിഗേഴ്സൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ഐറിസ് അക്കാഡമിയെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇപ്പം നമുക്ക് ഇന്നലെ വന്നിരിക്കുന്ന റിസൾട്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന റിസൾട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത ആഴ്ച കഴിയുമ്പോഴേക്കുമാണ് റിസൾട്ടുകളൊക്കെ ഒരു കൂടുതലായിട്ട് വന്നു തുടങ്ങുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്നതിനകത്ത് നല്ല റിസൾട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് ജസ്റ്റ് ഡയൽ. ജസ്റ്റ് ഡയലിൽ നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ROC 5 ഇയേഴ്സിനെ കഴിഞ്ഞും 3 ഇയറിനെ കഴിഞ്ഞും കൂടുതലാണ്, അത് 13ആണ്. അതുപോലെ ROEയും അതുപോലെ തന്നെ 5 ഇയറിനെ കഴിഞ്ഞും 3 ഇയറിനെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടാണ് ROEയും പോകുന്നത്. ഓക്കെ, പിന്നെ ഇൻഡസ്ട്രി PE 24ആണ്, അപ്പം 9.21 ആണ് ഇപ്പോഴത്തെ PE. അതുപോലെ പെഗ് റേഷ്യോ വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫേവറാണ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടും ആവറേജ് ആയിട്ടുള്ള റിസൾട്ട് തന്നിട്ടുണ്ട്. വലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് അല്ല, പക്ഷേ ആവറേജ് ആയിട്ട് റിസൾട്ട് തന്നിട്ടുണ്ട്. ഇവരുടെ ടോപ്പ് ലൈൻ ഗ്രോത്ത് കഴിഞ്ഞ ജൂണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 298 327 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. എക്സ്പെൻസും അതുപോലെ 211 240 എക്സ്പെൻസും കൂടി. നെറ്റ് പ്രോഫിറ്റ് 86 കോടിയായിരുന്നു കഴിഞ്ഞ ജൂണിൽ, 87 കോടി ഈ ജൂണിൽ. ഓക്കെ, അപ്പം ഒരു വലിയ റിസൾട്ട് അല്ല, എന്നാൽ ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 89 കോടി എന്നുള്ളത് 87 കോടിയായിട്ട് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. OPM മാർജിനിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും ചെറിയ രീതിയിലുള്ളൊരു പ്രഷർ വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ സെയിൽസ് 7% കൂടിയപ്പം 14% പ്രോഫിറ്റ് ഡൗൺ ആണ് വന്നിരിക്കുന്നത്. കോമ്പറ്റീഷൻ കമ്പനി നല്ല രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞ മാർച്ചിലെ എൻഡിലെ ഫിനാൻഷ്യൽ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല ക്യാഷ് ഫ്ലോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കറിയാം ഈ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ആണ് അവരുടെ പ്രൊമോട്ടർ. ഓക്കെ, അപ്പോൾ റിലയൻസ് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇനി ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്കിവിടെ അവൈലബിൾ അല്ല. അപ്പം നമുക്കത് ട്രെൻഡ് ലൈനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 മാസത്തിൻ്റെ, അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ജൂണിൻ്റെ വന്നിട്ടില്ല, പക്ഷേ ഏപ്രിൽ മെയ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റേക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ ആക്ടിവിറ്റിക്ക് ഇതിനകത്ത് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏപ്രിൽ മാസം 2,80,000 സ്റ്റോക്കുകൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. മെയ്യിൽ ഒരു 1,612 ചെറിയൊരു വിൽപ്പന മാത്രം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് L&T ഫിനാൻസ് ആണ്. L&T ഫിനാൻസ് 25 അതിൻ്റെ PE റേഷ്യോ. ആ PE റേഷ്യോ ഒരല്പം കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലാണ്. പക്ഷേ ബാക്കിയുള്ള കമ്പനികളോട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര കൂടുതലൊന്നുമില്ല. ഓക്കെ, അവരുടെയും 7.42 ആയിരുന്നു 5 വർഷത്തെ ROC. 3 വർഷത്തെ ആവറേജ് എടുക്കുമ്പോൾ അത് 8.44ആണ്. ലേറ്റസ്റ്റ് അത് 8.40. അപ്പം ROCയും അതുപോലെ ROE ബെറ്റർ ആയിട്ടാണ്. 7.57 10.80, ഇപ്പം 11.22. അപ്പോൾ ROE നല്ല ഫിഗേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പെഗ് റേഷ്യോ നല്ല ഫിഗേഴ്സ് ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ സ്വാഭാവികമായിട്ടും നോക്കുമ്പം അത് കടമുണ്ട്, അത് ഫിനാൻസ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും അങ്ങനെയാണ്. ഓക്കെ, 156 അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ, 321 ഇപ്പോഴത്തെ റേറ്റ് നടക്കുന്നത്. വലിയ വാല്യുവേഷൻ ഒന്നും അതിനില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ടോപ്പ് ലൈൻ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജൂണിൽ 4,260 കോടിയാണ് നമുക്കുണ്ടായിരുന്ന പ്രോഫിറ്റ്. ഇപ്പം 5,213 കോടി, നല്ല രീതിയിൽ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. റവന്യൂവിൽ ഏതാണ്ട് 22.38% ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ 12.56% നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ എക്സ്പെൻസ്, എംപ്ലോയി കോസ്റ്റ് ഒക്കെ അവർ മാനേജ് ചെയ്ത് വളരെ കുറച്ച് കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോയിലൊക്കെ ബെറ്റർ ആയിട്ടാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഫിനാൻസ് മാർജിൻ 23-24 ഫ്ലാറ്റ് ആയിട്ടാണ്. കഴിഞ്ഞ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഫ്ലാറ്റും ഇയർ ഓൺ ഇയർ ബെറ്റർ OPM-ഉമാണ്. ഓക്കെ, അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ 701 കോടിയിൽ നിന്ന് കഴിഞ്ഞ ജൂണിലെ 701 കോടി ഇന്ന് ഇപ്പോൾ 916 കോടിയായിട്ടും EPS നോക്കുമ്പോൾ 2.81 എന്ന് 3.60 EPS മാറിയിട്ടുണ്ട്. നല്ലൊരു റിസൾട്ട്, നല്ലൊരു ഫിഗേഴ്സുമാണ് L&T ഫിനാൻസ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അവരുടെ കോൺകോളും കാര്യങ്ങളെല്ലാം വരുന്നേ ഉള്ളൂ. ഓക്കെ, അതുകൂടെ കിട്ടുമ്പോഴേക്കും കൂടുതൽ നമുക്ക് ക്ലാരിറ്റി ആവും. ഓക്കെ, എന്തായാലും പ്രൊമോട്ടറുടെ സ്റ്റേക്ക് ഹോൾഡിങ്ങിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ FII സ്റ്റേക്ക് ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്, DII സ്റ്റേക്ക് ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ഇതാണ്. NBFC-യിൽ നല്ലൊരു NBFC ആണ്, നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര.
ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അതിൻ്റെ പി റേഷ്യോ 8.60 ഓക്കെ. അതിൻ്റെ ഫിഗേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ROC 5 വർഷത്തും 5.16 അവിടുന്ന് 5.70 3 വർഷത്തെ ആവറേജ്. ഇപ്പോൾ ലേറ്റസ്റ്റ് 12 മാസത്തിലെ 6.03 ബിസിനസ് ഗ്രോ ചെയ്ത് വരുവാണ്. അതുപോലെ ROE 20.14 22.70 ഇപ്പം 22.65 ഓക്കെ. അതുപോലെ ഇൻഡസ്ട്രി പി 7.61 അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് കൂടി നിൽക്കുന്ന ഒരു പി റേഷ്യോ മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ. പെഗ് റേഷ്യോ ഒക്കെ വളരെ ഫേവർ ആയിട്ടുള്ള ഇതാണ്. പിന്നെ 120 അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ഒരു അണ്ടർ വാല്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇപ്പം അതിൻ്റെ റവന്യൂ വന്നിരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ 7,054 കോടിയായിരുന്നു. ഇപ്പോൾ 8,035 കോടി ആയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ക്വാർട്ടറിൽ 7,755 കോടിയിൽ നിന്നാണ് ഈ 8,035 കോടിയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ അത് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് നോക്കുന്നിട്ട് ഇപ്പോൾ 13.90% ഗ്രോത്താണ് ഈ ക്വാർട്ടറിൽ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. എക്സ്പെൻസ് ഒക്കെ മാനേജബിൾ ആണ്. അത് എക്സ്പെൻസ് വലിയ കാര്യമായിട്ട് എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുമ്പം ഇവരുടെ NPA ഗ്രോസ് NPA കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ ജൂണിൽ 1.74 ഈ ജൂണിൽ വന്നപ്പോഴേക്കും 1.45 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെറ്റ് NPA 0.18 അത് 0.13 ബെറ്റർ എക്സ്ട്രാ ഓർഡിനറി NPA ഒക്കെയാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്കുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ അവരുടെ സെയിൽസ് ഫിഗേഴ്സ് ഒക്കെ നോക്കുമ്പോൾ 16% സെയിൽസ് കൂടിയിട്ടുണ്ട്. അതിന് 31% പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ക്യാഷ് ഫ്ലോ എല്ലാം വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ബാങ്കാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഫിനാൻസിങ് പ്രോഫിറ്റ് മിക്ക ബാങ്കുകൾക്കും ഫിനാൻസിങ് അവരുടെ ബാങ്കുകളിലൊക്കെ മെയിൻ ബിസിനസ്സുകളൊക്കെ ഫിനാൻസിങ്ങിൽ അത്ര ബെനിഫിറ്റ് ആയിരിക്കത്തില്ല. അവർ അതർ ഇൻകത്തിലാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്നിടത്തേക്കും ഇവർ ഫിനാൻസിങ്ങിലും പ്രോഫിറ്റ് ആണ്, അതർ ഇൻകത്തിലും എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി പ്രൊഡക്ട്സ് വിൽക്കുന്നതിനകത്തും പ്രോഫിറ്റാണ്. അപ്പം നെറ്റ് പ്രോഫിറ്റ് നല്ല രീതിയിൽ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ പ്രൊമോട്ടർ അത് മറ്റേ സെൻട്രൽ ഗവൺമെൻറ് ബാങ്കാണ്. ഓക്കെ. പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ മാറ്റമൊന്നുമില്ല. FII ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്. DII മ്യൂച്വൽ ഫണ്ടുകളും ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ ഹോൾഡിംഗ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ലക്ഷണമാണ്. നല്ല ബാങ്കാണ്. നല്ല റിസൾട്ടും ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇന്ത്യൻ ബാങ്ക് അടുത്ത് ഇന്ത്യൻ ബാങ്കിന് 9.17 ഇതിൻ്റെ PE റേഷ്യോ വരുന്നത്. അതിൻ്റെ നമ്മളൊരു ജസ്റ്റ് ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ 5.44 6.21 ഇപ്പം ROC വന്നിരിക്കുന്നത് 6.32 ബെറ്റർ ഫിഗേഴ്സാണ് ROEയിലും ഇതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. 7.61 ഇൻഡസ്ട്രി PE. അപ്പോൾ 9.17 എല്ലാ ബാങ്കുകൾക്കും മെയിൻ ബാങ്കുകൾക്ക് സ്റ്റേറ്റ് ബാങ്കിനാണെങ്കിലും ഇതിനൊക്കെ കുറച്ച് PE റേഷ്യോ കൂടുതലാണ്. ഓക്കെ. അതിന് ഇൻട്രൻസിക് വാല്യൂ 1,009 രൂപയാണ്. 870 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. അങ്ങനെ നോക്കുമ്പോൾ അണ്ടർ വാല്യൂ സ്റ്റോക്കാണ് ഇത് എന്ന് പറയാൻ പറ്റും. പിന്നെ റവന്യൂ 16,285 കോടിയിൽ നിന്ന് 18,095 കോടിയിലേക്ക് കൂടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 8.27 11.11 സെയിൽസ് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ സെയിൽസ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ എൻ്റെ എക്സ്പെൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ഒക്കെ മാനേജബിൾ ആണ്. എക്സ്പെൻസ് കുറച്ച് കൂടിയിട്ടുണ്ട്, ഈ പ്രാവശ്യം കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ അത് നെറ്റ് പ്രോഫിറ്റിലൊന്നും എഫക്ട് ചെയ്തിട്ടില്ല. 1,481 കോടി ആണ് കഴിഞ്ഞ വർഷത്തേൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ തവണ 1,492 കോടി ആയിട്ട് കൂടിയിട്ടുണ്ട്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. 1,305 കോടിയാണ് കഴിഞ്ഞ Q4 ഉണ്ടായിരുന്നത്. ഇപ്പോൾ Q1 1,492 കോടി. ഇപ്പം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പം ബെറ്റർ OPM ആണ്. പക്ഷേ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ OPM-ൽ ചെറുതായിട്ടൊരു കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 2,277 കോടിയിൽ നിന്ന് 3,357 കോടിയിലേക്ക് അതർ ഇൻകം ഗുണം കൂടിയപ്പോഴേക്കും വളരെ ബെറ്റർ ആയിട്ടൊരു ഫിഗേഴ്സാണ് വന്നിരിക്കുന്നത്. EPS നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 16.90 നിന്ന് 24.92 എന്ന ഫിഗറിലേക്കാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്, EPS വന്നിരിക്കുന്നത്. അതുപോലെ NPA നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസ് NPA 3.01% എന്നുള്ളത് വളരെ കുറഞ്ഞിട്ടുണ്ട്. 1.86 ആയിരിക്കും അവർ. അപ്പം വളരെ ബാലൻസ് ഷീറ്റ് വളരെ ബെറ്റർ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. നെറ്റ് NPA 0.18% നിന്ന് 0.15% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരുടെ സെയിൽസ് ഫിഗേഴ്സ് 10% സെയിൽസ് കൂടിയിരിക്കുന്നത്. അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് 11% കൂടിയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ ഇവരുടെ ഫണ്ട് ഹൗസ് ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടറുടെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. പ്രൊമോട്ടർ ചേഞ്ച് ഒന്നുമില്ല. പക്ഷേ FII സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. DII ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ
പബ്ലിക്കിന്റെ കയ്യിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. അത് ഇത്രയും DA കുറച്ചതിൻ്റെയാണ്. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അത് മാത്രമാണ് ഇതിനകത്തൊരു കൺസേൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ രീതിയിലും ബെറ്റർ ഫിഗേഴ്സാണ് ഇന്ത്യൻ ബാങ്ക് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, പക്ഷേ ഇതാണ് ഈ നമ്മൾ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുക. അതിനുശേഷം എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് എക്സിറ്റ് എടുക്കേണ്ടത്, അത് നമ്മൾ പഠിച്ച് മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നോളജ് കൂടുന്നതനുസരിച്ച് മാത്രമാണ് മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഐറിസ് സ്റ്റോക്ക് അക്കാഡമിയുമായി കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.